ലൂക്കോസിന്റെ സുവിശേഷം 23-44 വാക്യം ഒന്ന് പെട്ടെന്ന് എത്തി വെച്ചാൽ ലൂക്കോസ് 23. അപ്പൊ എന്താണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ മനോഹാരിത? മറ്റൊരുവൻ ഈ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള ഒരു വഴി കൂടെ അവിടെ പറയുന്നുണ്ട്. അതായത് ലൂക്കോസ് 23:44. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരസില നടുവെ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ. അപ്പൊ നോക്കിയേ, ആ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഇതെന്നറിയാമോ? ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്ന ക്രിസ്തു, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ക്രിസ്തു നമുക്ക് വേണ്ടി അവനെ തകർത്ത്, യെശയ്യാവ് 53:10 പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു എന്താണ്? പുത്രൻ തകർക്കപ്പെടണം എന്നുള്ള കാര്യം. അപ്പോൾ ആ പുത്രൻ എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചു. ആ ക്രൂശിൽ അവൻ തകർക്കപ്പെടുമ്പോൾ നോക്കിക്കേ, ആ യേശുക്രിസ്തു തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ്. നോക്ക് പ്രിയപ്പെട്ടെ, ഇതാണ് ഈ സൗന്ദര്യം. ലോകത്തിൽ വേറെ ഒരു സ്വഭാവത്തിനും ഒരു പ്രവൃത്തിക്കും കഴിയത്തില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടിക്കുക, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നമ്മുടെ അടിക്കേണ്ട, നമ്മുടെ നീതിയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പ് നമ്മുടെ നീതിയെ പ്രദർശിപ്പിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക. ഇതൊന്നും എന്താണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു മനോഹാരിത നഷ്ടപ്പെട്ടാണ്. ഇപ്പൊ എന്നെ പറ്റി ഒരു അപവാദം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒരു അപവാദം ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളല്ല, ആ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ബാധിച്ച് എന്നെ കാര്യം റൈറ്റ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ്. അതേപറ്റി ഇപ്പോൾ ജോണി ബ്രദർ പറഞ്ഞതല്ല കേട്ടോ. അപ്പം എന്നെ പറ്റി നേരിട്ടോ അവിടെ അപവാദം പറയാൻ വേണ്ടിയ ഇത് കേട്ടിട്ട് ഞാൻ ഇത് എവിടെ ചെല്ലണം? എന്റെ ഹൃദയം എവിടെ ചെല്ലണം? വിശ്വസനായിരിക്കുന്ന സൃഷ്ടാവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഇത് പരമേൽപ്പിക്കണം, അല്ലേ? കർത്താവേ, ഇന്ന വ്യക്തി എന്നെ പറ്റി ഇതൊക്കെ പറഞ്ഞ് ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്.